കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ DTH മേഖലകളിലുള്ള പുതിയ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത പല വീഡിയോകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾ അതിലുണ്ട്, 2000-ൻ്റെ മുകളിൽ ആളുകളത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബിൽ എല്ലാ പ്രോഗ്രാമുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. പല സീക്രട്ട് മെസ്സേജുകൾ, ഇപ്പോൾ റീചാർജ് എമൗണ്ടുകൾ, അല്ലെങ്കിൽ പല മേഖലകളിലുള്ള ആളുകൾക്ക് പ്രോഫിറ്റ് ഇടുന്ന പല കാര്യങ്ങളും ഇനി മുതൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് യൂട്യൂബിൽ എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സാധിക്കാത്തതുകൊണ്ട് വാട്സപ്പ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്ക്, ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ യൂട്യൂബ് വീഡിയോൻ്റെ താഴെയായിട്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഫോളോ ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. സ്പെഷ്യൽ റീചാർജൊക്കെ വരുമ്പോൾ അതിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ മേഖല DTHൻ്റെ കുറച്ച് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൺ ഡയറക്റ്റിൻ്റെ NCF കഴിഞ്ഞ ആഴ്ച 79 നിന്ന് 99 രൂപയായിട്ടുണ്ട്. അപ്പം ഈ NCF മാസം ചെയ്യുന്ന ആളുകൾക്ക് 79 ചെയ്യുന്നതിന് പകരം 99 ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 12 മാസമൊക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് 1200 രൂപയൊക്കെ ആവും ഒരു മാസം. ഇപ്പം ഈ ഒരാഴ്ച ഈ സണ്ണിൻ്റെ പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് HD ബോക്സും കിട്ടും. 1399 രൂപയ്ക്ക് 24 മാസം NCF കിട്ടും. 99 വെച്ചിട്ടുള്ളത്, 99 രൂപ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1399 രൂപ നോക്കുമ്പോൾ നിങ്ങൾ 99 രൂപ വെച്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് 24 മാസത്തേക്ക് 2400 രൂപയൊക്കെ ആവും. 400 രൂപേൻ്റെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞാൽ 1399 പ്ലസ് 500 രൂപയോളം കൂടുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു എമൗണ്ടിൽ ഈ ആഴ്ച ഓർഡർ ചെയ്താൽ ബോക്സ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ടാറ്റ പ്ലേയുടെ HD 1 മന്ത് ബോക്സ് മാത്രവും അതുപോലെ തന്നെ 1 മന്ത് ഫുൾ സെറ്റ് ഡിഷ് അടക്കം കണക്ഷൻ ഇപ്പോൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 1 മന്ത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം പൈസ കുറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മന്തിൻ്റെ കണക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ 2500-3000 ഒക്കെ മുകളിലാണ് ഈ ടാറ്റ പ്ലേ ഒക്കെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ടാറ്റ പ്ലേ ഇന്ന് മുതൽ 1 മന്ത് ബോക്സ് ഓൺലി ഏതാണ്ട് 850 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഫുൾ സെറ്റ് ഡിഷ് അടക്കം നിങ്ങൾക്ക് ടാറ്റ പ്ലേയുടെ 1 മന്ത് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ 1699 രൂപക്കും നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ടെക്നീഷ്യൻ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഏത് ജില്ലയിൽ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ജിയോ എയർ ഫൈബർ ഫ്രീ കണക്ഷൻ കിട്ടാത്തതിന് കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ജിയോ എയർ ഫൈബർ ഈ കഴിഞ്ഞ ഏപ്രിൽ 10 മുതൽ നമുക്ക് ജിയോ എയർ ഫൈബർ പ്ലസ് മാത്രമാണ് ഇപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ജിയോ എയർ ഫൈബർ പ്ലസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പം കൂടുതൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം അവരോട് ഞാൻ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയമുള്ള ആളുകൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എയർ ഫൈബർ പ്ലസ് ഫ്രീ കിട്ടാത്തത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടവർ കാണണം. ഏതാണ്ട് ടവർ 600 മീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും വേണം. ടവർ ജസ്റ്റ് ഈ തെങ്ങിൻ്റെ ഉള്ളിലൂടെ ഒന്നും കണ്ടാൽ പോരാ, ശരിക്ക് കണ്ണുകൊണ്ട് ത്രൂ ആയിട്ട് കാണണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ എയർ ഫൈബർ പ്ലസ് എന്നുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 50 ഡേ കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ കാണാത്ത ആളുകൾ ജിയോ എയർ ഫൈബർ ഫ്രീ കണക്ഷന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ സംശയങ്ങൾ തീരാത്ത ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിൽ വന്നതാണ്. ചർച്ചകൾ പരാജയം, എയർടെലും ടാറ്റയും തമ്മിലുള്ള DTH ലയനമില്ല. ഒരുപാട് ആളുകൾ എനിക്ക് പല തവണയായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ എയർടെലും ടാറ്റയും എപ്പോഴാണ് ഒന്നാവുക. അത് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. മറുവശത്ത് എയർടെലും ടാറ്റയും ഒന്നാവാതിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട്. എനിക്കൊന്നും റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഞാനൊക്കെ താഴെ തട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എയർടെലും ടാറ്റ പ്ലേയും ഒന്നാവാത്തത് ഒരുപാട് ആളുകൾക്ക് സന്തോഷമാണ്, എനിക്കും സന്തോഷമാണ്. കാരണം നമുക്കറിയാം എയർടെൽ ഡിജിറ്റൽ TV റീചാർജ് കട്ടായാൽ ഡീആക്ടിവേഷൻ ചാർജ് എന്നിട്ട് 15 രൂപ പിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ എയർടെലും ടാറ്റയും ഒന്നായിട്ടുണ്ടെങ്കിൽ ഈ ടാറ്റ പ്ലേ കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകളും റീചാർജ് കഴിഞ്ഞാൽ റീചാർജ് പുതുതായിട്ട് ചെയ്യുമ്പോൾ 15 രൂപ കൊടുക്കേണ്ട ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അതുപോലെ തന്നെ നമുക്ക് എയർടെൽ മന്ത്ലി കട്ടിംഗ് ആണ് എമൗണ്ട്, ടാറ്റ പ്ലേ മന്ത്ലി അല്ല ഡെയിലി കട്ടിംഗ് ആണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പുതിയ ചാനലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ ചാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ചാർജ് മാത്രമേ കട്ടാവുന്നുള്ളൂ. ഒരുപക്ഷെ ഇവർ മർജ് ചെയ്ത് ഒന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒന്നാവാത്തത് കൊണ്ട് നമുക്ക് ലാഭം. അപ്പോൾ നിങ്ങൾ ഈ പുതുതായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ DTHൻ്റെ മേഖലകളുടെ വാർത്തകൾ, അതുപോലെ ജിയോ എയർ ഫൈബർ, എയർടെൽ എയർ ഫൈബർ, അങ്ങനെ പുതുതായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ
ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അന്ന് തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക.